ഇന്ന് പേർഷ്യയിൽ നിന്നുള്ള ഒരു നാടോടി കഥ പറഞ്ഞുതരാം. ഇതൊരു കുതിരക്കുട്ടിയുടെ കഥയാണ്. കെയ്ത്താസ് എന്നാണ് ഈ കുതിരക്കുട്ടിയുടെ പേര്. കുതിരക്കുട്ടിയുടെയും കുതിരക്കുട്ടിയുടെ ഉടമയായ രാജകുമാരൻ്റെയും കഥയാണിത്. അപ്പോൾ പറയട്ടെ. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ ഭാര്യ മരിച്ചുപോയി. രാജാവിനൊരു മകനുണ്ട്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ മകൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ മരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഇവനൊരു കുതിരക്കുട്ടിയെ കൊടുത്തായിരുന്നു. ആ കുതിരക്കുട്ടിയുടെ പേരാണ് കെയ്ത്താസ്. ഈ കെയ്ത്താസിന് കുറച്ച് മാന്ത്രിക ശക്തികളൊക്കെ ഉണ്ട്. ഈ രാജകുമാരനുണ്ടല്ലോ, കളിക്കുന്നത് അതിൻ്റെ കൂടെയാണ്, ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ അടുത്തിരുന്നാണ്. ഉറങ്ങാൻ നേരത്ത് രാജാവ് വളരെ നിർബന്ധിച്ചാണ് കുട്ടിയെ ഈ കുതിരയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത്രയ്ക്ക് കൂട്ടായിരുന്നു ഇവൻ ഈ കുതിരയായിട്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇവനിങ്ങനെ വളർന്നു വന്നു. അപ്പോൾ രാജാവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ഈ വന്ന രണ്ടാനമ്മയ്ക്ക് ഈ രാജകുമാരനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നായി ഈ രണ്ടാനമ്മയുടെ വിചാരം. ഈ കാര്യം ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആർക്കാ? കെയ്ത്താസിന് ഈ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല അറിവുണ്ട്. അവന് അതിനെപ്പറ്റിയൊക്കെ നല്ല ശ്രദ്ധയുണ്ട്. തൻ്റെ കൂട്ടുകാരനായ രാജകുമാരന് അപകടമൊന്നും പറ്റരുത് എന്ന് കെയ്ത്താസിന് നല്ല വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ രാജകുമാരൻ എഴുന്നേറ്റ് കെയ്ത്താസിൻ്റെ അടുത്തെത്തി. അപ്പോൾ കെയ്ത്താസ് വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജകുമാരൻ അപ്പോഴത്തേക്ക് വിദ്യാഭ്യാസമൊക്കെ തുടങ്ങി. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഗുരുവിനെ താമസിപ്പിച്ചിരിക്കുന്ന കൊട്ടാരത്തിന് കുറച്ച് ദൂരെ മാറിയിട്ട് വേറൊരു വീട്ടിലാണ്. രാജകുമാരൻ രാവിലെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ പരിചാരകരോടൊപ്പം നടന്ന് ഈ ഗുരുവിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് പഠിച്ചിട്ട് വൈകുന്നേരം തിരിച്ചു വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ കെയ്ത്താസ് വിഷമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുട്ടിക്ക് വലിയ വിഷമമായി. ഇവനെ ഇട്ടിട്ട് അങ്ങനെ പോകും. അവൻ കുതിരയുടെ കുഞ്ചുരോമങ്ങളിൽ പതുക്കെ തലോടി അതിൻ്റെ പുറത്തോട് തല ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്, എന്ത് പറ്റി? അപ്പോൾ കുതിരക്കുട്ടി പറഞ്ഞു, നീ സൂക്ഷിക്കണം. നിൻ്റെ അമ്മ നിനക്ക് ഇന്ന് രാവിലെ തരാനുണ്ടാക്കിയിരിക്കുന്ന പലഹാരം ഉണ്ടല്ലോ, അതിൽ വിഷം ചേർത്തിട്ടുണ്ട്, നീ അത് കഴിക്കരുത് കേട്ടോ. രാജകുമാരൻ പറഞ്ഞു, ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോഴത്തേക്കും അവനെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് വിളിച്ചു. അവൻ കുതിരയുടെ അടുത്തുനിന്ന് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഊണുമുറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വളരെ മധുരമുള്ളൊരു പലഹാരം അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാനമ്മയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ അവനിത് വിളമ്പി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിന്ന് മധുരമുള്ള ഒന്നും വേണ്ട, എനിക്കിന്ന് എരിവുള്ള എന്തെങ്കിലും മതി. അങ്ങനെ അന്ന് അവൻ ആ പലഹാരം കഴിച്ചില്ല. അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം അവൻ വീണ്ടും കുതിരയുടെ അടുത്ത് നിന്നപ്പോൾ അത് പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഇന്ന് എന്തിനാണ് നീ കരയുന്നത്? അപ്പോൾ കുതിരക്കുട്ടി പറഞ്ഞു, ഇന്നലത്തെ പോലെ നിനക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ നീ മധുരം വേണ്ട എന്ന് പറഞ്ഞു, പക്ഷേ ഇന്ന് നീ എന്ത് വേണമെന്ന് പറഞ്ഞാലും രണ്ടാനമ്മ അതിൽ വിഷം ചേർത്ത് തരുന്ന നോക്കിക്കും. അപ്പോൾ ഇവൻ പറഞ്ഞു, സാരമില്ല, നീ പേടിക്കണം, ഞാൻ എന്തെങ്കിലും വിദ്യ കണ്ടുപിടിച്ചോളാം. അങ്ങനെ രാജകുമാരൻ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അമ്മ ഇവന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. അവൻ അവിടെ ഇരുന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മയും കൂടെ എൻ്റെ കൂടെ ഇരിക്കും, നമുക്ക് രണ്ടുപേർ കൂടെ കഴിക്കാം. അപ്പോൾ ഈ രണ്ടാനമ്മ മറ്റൊരു പാത്രത്തിൽ അകത്ത് നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് അവരുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് അവർ രണ്ടും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഈ രാജകുമാരൻ പറഞ്ഞു, എനിക്കിന്ന് അമ്മയുടെ പാത്രത്തിൽ നിന്ന് കഴിച്ചാൽ മതി. എന്നിട്ട് അവൻ അമ്മയുടെ മുന്നിലിരുന്ന പാത്രം എടുത്ത് തൻ്റെ മുന്നിലേക്ക് നീക്കി വെക്കുകയും അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. രണ്ടാനമ്മ ആകെ വെളുത്തുപോയി. കാരണം രാജകുമാരൻ്റെ മുന്നിലുണ്ടായിരുന്ന ഭക്ഷണത്തിൽ മാത്രമായിരുന്നു അവർ വിഷം ചേർത്തിരുന്നത്. അങ്ങനെ അന്നും രാജകുമാരൻ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ദിവസം രാജകുമാരൻ വീണ്ടും കെയ്ത്താസിനടുത്തെത്തി. അപ്പോൾ കെയ്ത്താസ് വിഷമിച്ച് നിൽക്കുക. രാജകുമാരൻ ചോദിച്ചു, ഇന്ന് നീ എന്താ കണ്ടുപിടിച്ചത്? രണ്ടാനമ്മ ഇന്ന് എന്നെ എങ്ങനെ കൊല്ലാൻ നോക്കുന്നത്? അപ്പോൾ ഈ കുതിരക്കുട്ടി പറഞ്ഞു, നീ പാഠശാലയിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയുടെ നടുക്കായിട്ട് ഒരു വലിയ കുഴി കുഴിച്ചിട്ട് അതിൽ നിറയെ വാളുകൾ കുത്തിവെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുഴിയുടെ മേലെ ബലം കുറഞ്ഞ പലകകൾ നാട്ടി മണ്ണിട്ട് വെച്ചിരിക്കുകയാണ്. നീ നടന്നു പോകുമ്പോൾ ആ കുഴി വീഴുകയും നിൻ്റെ ദേഹത്ത് വാളുകൾ കുത്തിക്കയറി നീ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ ഇന്ന് പാഠശാലയിലേക്ക് പോകണ്ട. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ മതിലിൻ്റെ ഓരം ചേർന്ന് പതുക്കെ നടന്നു പൊയ്ക്കൊള്ളാം. അങ്ങനെ അന്ന് രാജകുമാരൻ മതിലിൻ്റെ ഓരം ചേർന്ന് പതുക്കെ നടന്ന് ഗുരുകുലത്തിലേക്ക് പോവുകയും തിരിച്ച് അങ്ങനെ തന്നെ വരികയും ചെയ്തു. അങ്ങനെ അന്നും അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ 3 തവണ ഇവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഈ രണ്ടാനമ്മയ്ക്ക് തോന്നി, ഇതെല്ലാം ഈ കെയ്ത്താസ് കാരണമാണ്. ഇവൻ രാവിലെ കെയ്ത്താസിൻ്റെ അടുത്ത് പോയി കുറേ നേരം രഹസ്യം പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കെയ്ത്താസാണ് ഇവൻ ഈ വിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സാധാരണ കുതിരയല്ലെന്ന് എനിക്ക് ആദ്യമേ തോന്നിയതാണ്. ഈ കെയ്ത്താസിനെ ഇല്ലായ്മ ചെയ്യാതെ എനിക്ക് ഇവനെ കൊല്ലാൻ പറ്റില്ല. രാജ്ഞി നേരത്തെ തന്നെ കൊട്ടാരത്തിലെ വൈദ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഞാൻ വലിയ വയറുവേദന അഭിനയിക്കും, അപ്പോൾ നിന്നെ വിളിപ്പിക്കും. നീ വന്ന് പറയണം, കെയ്ത്താസ് എന്ന് പറയുന്ന കുതിരക്കുട്ടിയുടെ വയറ്റിൽ കൊഴുപ്പുണ്ട്, ആ കൊഴുപ്പ് തിന്നാലേ എൻ്റെ രോഗം മാറുമെന്ന്. അങ്ങനെ നീ പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ തരും. വൈദ്യൻ സമ്മതിച്ചു. പിറ്റേന്ന് രാജ്ഞി വയറുവേദന അഭിനയിച്ചു. വലിയ വയറുവേദന, കിടന്നുരുളുകയാണ്. അവസാനം വൈദ്യനെ വിളിച്ചു. വൈദ്യൻ പറഞ്ഞു, കെയ്ത്താസിനെ കൊന്ന് വയറ്റിലെ കൊഴുപ്പ് കൊണ്ട് മരുന്നുണ്ടാക്കണം, എന്നാൽ മാത്രമേ രാജ്ഞി രക്ഷപ്പെടൂ.
രാജാവിന് വലിയ വിഷമമായിപ്പോയി. ഈ കുതിര തൻ്റെ കുട്ടിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് രാജാവിനറിയാം. അവർ രണ്ടുപേരും ഇണപിരിയാത്ത കൂട്ടുകാരാണ്. എങ്ങനെ മകനോട് പറയും? എന്തായാലും മകൻ അന്ന് പാഠശാലയിൽ നിന്ന് വന്നപ്പോൾ രാജാവ് വളരെ വിഷമത്തോടെ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് വലിയ വയറുവേദനയാണ്. കെയ്ത്താസിൻ്റെ മാംസം തിന്നാൽ മാത്രമേ അവളുടെ വയറുവേദന മാറൂ. നീ അതിനെ അനുവദിക്കണം. കുട്ടി ഒന്നും മിണ്ടിയില്ല. അവൻ നേരെ കെയ്ത്താസിൻ്റെ അടുത്തേക്ക് പോയി. കെയ്ത്താസിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും? നിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും? കെയ്ത്താസ് പറഞ്ഞു, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ നിൻ്റെ പിതാവിനോട് ചെന്ന് പറയണം നിനക്ക് സമ്മതമാണെന്ന്. പക്ഷേ അതിനു മുമ്പ് നീ ഒരു നിബന്ധന പറയണം. എൻ്റെ പുറത്ത് കയറി നിനക്ക് കൊട്ടാരത്തിന് ചുറ്റും 3 തവണ കറങ്ങണം. പക്ഷെ വെറുതെ അല്ലത്. നീ എല്ലാ ആഭരണങ്ങളും ധരിച്ച്, നല്ല വസ്ത്രം ധരിച്ച്, തലയിൽ നല്ല സ്വർണ്ണ കിരീടവും വെച്ചായിരിക്കണം എൻ്റെ പുറത്തിരിക്കുന്നത്. എൻ്റെ ജീനിയും പട്ടയും ഒക്കെ സ്വർണം കൊണ്ടായിരിക്കണം. എൻ്റെ കഴുത്തിൽ നിറയെ സ്വർണ്ണമാലകൾ ധരിപ്പിക്കണം. എൻ്റെ പുറത്ത് 2 വശത്തായിട്ട് ഓരോ കെട്ട് സ്വർണ്ണ നാണയങ്ങൾ തൂക്കിയിടുകയും വേണം. അങ്ങനെ ഒരു ആഗ്രഹം നീ പറഞ്ഞു നോക്ക്. രാജകുമാരൻ പതുക്കെ പിതാവിൻ്റെ അടുത്തെത്തി. അത് പറഞ്ഞു, പിതാവേ, അമ്മയ്ക്ക് വേണ്ടി എൻ്റെ കുതിരക്കുട്ടിയെ വിട്ടുതരാൻ എനിക്കൊരു വിഷമവുമില്ല. പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് അവസാനമായിട്ട് അവൻ്റെ പുറത്ത് കയറി ഒന്ന് യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് സ്വർണം കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, സ്വർണ്ണ തലപ്പാവ് വെക്കണം. കുതിരയുടെ പുറത്താണെങ്കിൽ നിറയെ സ്വർണ്ണാഭരണങ്ങൾ വേണം. മാത്രമല്ല അവൻ്റെ 2 വശവുമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ഓരോ സഞ്ചി തൂക്കിയിടുകയും വേണം. രാജാവ് പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു. രാജാവ് ഉടൻ തന്നെ തൻ്റെ ഭടന്മാരോട് കുതിരയെ രാജകുമാരൻ പറയുന്നത് പോലെ അണിയിച്ചൊരുക്കാൻ പറഞ്ഞു. അങ്ങനെ കുതിരയെ വളരെ ഭംഗിയായിട്ട് നിറയെ സ്വർണ്ണമൊക്കെ ഇട്ട് ഒരുക്കി. രാജകുമാരനെയും ഒരുക്കി. കുതിരയുടെ 2 വശം ഓരോ സഞ്ചി സ്വർണ്ണ നാണയങ്ങൾ തൂക്കിയിട്ടു. രാജകുമാരൻ കുതിരയുടെ പുറത്ത് കയറി. കുതിര വേഗത്തിൽ രാജകൊട്ടാരത്തിന് ചുറ്റും 3 തവണ ഓടി. എല്ലാവരും ആ മനോഹരമായ കാഴ്ച കണ്ടു നിന്നു. സ്വർണ്ണപ്രഭയോടെ രാജകുമാരനും കുതിരയും കൊട്ടാരത്തിന് ചുറ്റും അങ്ങനെ ഓടി വരികയായിരുന്നു. 3ാമത്തെ ചുറ്റ് ഓടി കൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തിയതും കുതിര പെട്ടെന്ന് ആകാശത്തേക്ക് പറന്നു പൊങ്ങി. രാജകുമാരനെയും കൊണ്ട് അവൻ ദൂരേക്ക് പറന്നുപോയി. പിന്നെ അവർ ആ രാജ്യത്തേക്ക് തിരിച്ചു വന്നതേയില്ല. അങ്ങനെ കെയ്ത്താസ് രാജകുമാരനെയും കൊണ്ട് പറന്ന് ഒരു പട്ടണത്തിലെത്തി. അവിടെ വലിയൊരു പൂന്തോട്ടം കണ്ടു. ആ പൂന്തോട്ടത്തിന് സമീപം ഇറങ്ങിയതിന് ശേഷം കുതിര രാജകുമാരനോട് പറഞ്ഞു, അങ്ങയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി ഒരു ഭാണ്ഡത്തിലാക്കി എവിടെയെങ്കിലും ഒളിച്ചു വെക്കണം. ഞാൻ ഇപ്പോൾ അങ്ങയുടെ അടുത്തുനിന്ന് ദൂരേക്ക് പോവുകയാണ്. അങ്ങ് എൻ്റെ കുഞ്ചുരോമങ്ങളിൽ കുറച്ച് എടുത്ത് മുറിച്ച് മാറ്റി വെച്ചോണം. എപ്പോഴൊക്കെ എന്നെ കാണുമെന്ന് ആഗ്രഹം തോന്നുന്നു അപ്പോഴൊക്കെ അത് കത്തിച്ചാൽ മതി. ഞാൻ അങ്ങയുടെ അടുത്തെത്തും. തൽക്കാലം അങ്ങ് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കരുതെന്ന് നോക്ക്. ഈ തോട്ടക്കാരനെ കണ്ടു. ആ തോട്ടക്കാരൻ്റെ മക്കളില്ലാത്ത ഒരാളാണ്. അങ്ങ് അദ്ദേഹത്തിനടുക്ക് ചെന്നിട്ട് അങ്ങയ്ക്ക് ആരുമില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചോട്ടെ ചോദിക്കണം. ഒരിക്കലും നല്ല വസ്ത്രങ്ങളൊന്നും ധരിച്ച് ഇവിടെ അങ്ങ് നടക്കരുത്, അപകടമാണ്. അങ്ങ് വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് തലയിൽ ആട്ടിൻ തോലിൻ്റെ ഒരു തൊപ്പിയും വെച്ച് നടന്നാൽ മതി. രാജകുമാരൻ ഇതെല്ലാം സമ്മതിച്ചു. അങ്ങനെ കെയ്ത്താസ് ദൂരേക്ക് പറന്നു പോവുകയും രാജകുമാരൻ തൻ്റെ വില കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ പൊതിഞ്ഞ് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഈ തോട്ടക്കാരൻ്റെ അടുത്തെത്തി. അവൻ തലയിൽ ഒരു ആട്ടിൻതോലിൻ്റെ തൊപ്പിയൊക്കെ വെച്ചാണ് ഇയാളുടെ അടുത്തെത്തിയത്. എന്നിട്ട് അയാളോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല, അങ്ങ് എന്നെ അങ്ങയുടെ കൂടെ നിർത്തണേ. ഈ തോട്ടക്കാരന് ഈ കുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെടുകയും അങ്ങനെ അവനെ കൂടെ നിർത്തുകയും ചെയ്തു. അങ്ങനെ ഈ തോട്ടക്കാരനോടൊപ്പം അയാളുടെ ജോലിയിലൊക്കെ സഹായിച്ചവൻ കൂടി. കുറേ കാലം കഴിഞ്ഞു. ആ തോട്ടം ഒരു കൊട്ടാരത്തിന് ചുറ്റുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊട്ടാരത്തിൽ ആ രാജ്യത്തെ രാജകുമാരിമാരായിരുന്നു താമസിച്ചിരുന്നത്. രാജകുമാരിമാർ അങ്ങനെ താഴേക്കൊന്നും വരാറുണ്ടായിരുന്നില്ല. അവരെപ്പോഴും മുകളിലത്തെ നിലയിലെ മുറിയിൽ താമസിക്കുകയും വല്ലപ്പോഴുമൊക്കെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്തു. ഈ കൂട്ടത്തിലെ ഇളയ രാജകുമാരി സ്ഥിരമായിട്ട് ഈ ഉദ്യാനത്തിലേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ ചെടികളും പഴങ്ങളും ഒക്കെ കാണുന്നത് നമുക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ രാജകുമാരൻ ഒരു ദിവസം കുറേ ജോലിയെടുത്ത് ക്ഷീണിച്ച് വല്ലാതെ തളർന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ പോയി ചാരിയിരുന്നു. അപ്പോൾ അവന് തൻ്റെ കെയ്ത്താസിനെ ഓർമ്മ വന്നു. അവൻ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കുതിരയുടെ കൊഞ്ചുരോമങ്ങളിലൊന്നെടുത്ത് പതുക്കെ കത്തിച്ചു. അത് കത്തിയതും പെട്ടെന്ന് കെയ്ത്താസ് പറന്നു വന്നു. രാജകുമാരനോട് ചോദിച്ചു, എന്തിനാ നീ എന്നെ ഓർത്തത്? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. അപ്പോൾ കുതിര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. നീ നിൻ്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഒന്ന് എടുക്കുക. അതൊക്കെ ഇട്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ, അതെല്ലാം ഇട്ട് നീ എൻ്റെ പുറത്ത് കയറിയിരിക്കുക, നമുക്കൊന്ന് നാട് ചുറ്റി വരാം. അങ്ങനെ രാജകുമാരൻ ഒളിച്ചു വെച്ചിരുന്ന തൻ്റെ വസ്ത്രവും ആഭരണങ്ങളൊക്കെ എടുത്ത് അണിയുകയും തലയിൽ മനോഹരമായ തലപ്പാവൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കുതിരപ്പുറത്ത് കയറിയിരുന്നു. കുതിര അവനെയും കൊണ്ട് പറന്ന് അവിടെ എല്ലാം ചുറ്റി നടന്നു. ഒരു കുറേ ദൂരം പോയി മറ്റൊരു സ്ഥലത്തിറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം തിരിച്ച് ഈ ഉദ്യാനത്തിലേക്ക് തന്നെ വന്നു.
അവന് തിരിച്ചുദ്യാനത്തിലേക്ക് വന്നപ്പോൾ ഈ രാജകുമാരി മട്ടുപ്പാവിലിരുന്ന് ഉദ്യാനത്തിലേക്ക് നോക്കി നിൽക്കായിരുന്നു. അവൾ നോക്കുമ്പോൾ ആ കുതിരപ്പുറത്തുനിന്ന് സുന്ദരനായ ഒരു യുവാവ് ഇറങ്ങുന്ന കണ്ടു. ആ യുവാവിനോട് യാത്ര പറഞ്ഞ് കുതിര പറന്നുപോയി. യുവാവാണെങ്കിൽ തൻ്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അഴിച്ച് പൊതിഞ്ഞ് മാറ്റിവെച്ചതിന് ശേഷം തലയിൽ ഒരു ആട്ടിൻതോലിൻ്റെ തൊപ്പിയും മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ചു. എന്നിട്ട് ഉദ്യാനപാലകൻ്റെ വീട്ടിലേക്ക് നടന്നുപോയി. രാജകുമാരിക്ക് ഇത് വലിയ അത്ഭുതമായിപ്പോയി. അവൾ പിറ്റേന്ന് തൻ്റെ തോട്ടക്കാരനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? തോട്ടക്കാരൻ പറഞ്ഞു, ഞാനും എൻ്റെ മകനുമുണ്ട്. അവൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മകനെ ഒന്ന് കാണണം. പിറ്റേന്ന് തോട്ടക്കാരൻ മകനെയുമായിട്ട് രാജകുമാരിയുടെ മുന്നിലെത്തി. രാജകുമാരി ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങളെന്തിനാ എപ്പോഴും തലയിൽ ആട്ടിൻതോലിന് തൊപ്പി വെച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞൊരു തലയിലൊക്കെ ചൊറിയും ചിരങ്ങും ഒക്കെ ആയതുകൊണ്ടാണ് തൊപ്പി എപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്നത്. രാജകുമാരി പറഞ്ഞു, എന്നോട് നിങ്ങൾ കള്ളം പറയണ്ട. നിങ്ങൾ കഴിഞ്ഞ ദിവസം കുതിരപ്പുറത്ത് പറന്നു പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഞാൻ കണ്ടതാണ്. എന്നോട് സത്യം പറ. രാജകുമാരൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ രാജകുമാരി പറഞ്ഞു, നിങ്ങളെന്നാ കുതിരപ്പുറത്ത് വരുന്നത് കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. നിങ്ങളെപ്പോലെ സുന്ദരനായ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് നിങ്ങളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് സത്യം പറയണം. രാജകുമാരൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും അവളോട് പറയുകയും അവർ പരസ്പരം ഹൃദയം കൈമാറുകയും ചെയ്തു. പരസ്പരം വിവാഹിതരാകാം എന്ന് അവരന്ന് തന്നെ തീരുമാനമെടുത്തു. എന്നാൽ ഇക്കാര്യം മറ്റാരോടും തൽക്കാലം പറയേണ്ടതില്ല എന്നും അവർ തീരുമാനിച്ചു. ഈ രാജാവിന് വേറെ 2 പെൺമക്കൾ കൂടി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഈ പെൺകുട്ടിയുടെ മൂത്ത പെൺകുട്ടികളായിരുന്നു. ആ രാജ്യത്തെ മന്ത്രിക്ക് 2 ആൺമക്കളും ഉണ്ടായിരുന്നു. ഈ 2 ആൺമക്കളെ കൊണ്ട് രാജാവിൻ്റെ ഈ 2 പെൺമക്കളെ വിവാഹം കഴിപ്പിക്കണം എന്ന് മന്ത്രിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മന്ത്രി ഇക്കാര്യം നമ്മുടെ തോട്ടക്കാരനോട് പറയുകയും രാജാവിൻ്റെ മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ആരായുകയും ചെയ്തു. രാജാവിന് പൂന്തോട്ടങ്ങളും പൂക്കളും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു താനും. അദ്ദേഹം ഈ തോട്ടക്കാരനോട് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു മമത വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് നമ്മുടെ തോട്ടക്കാരൻ 3 തണ്ണിമത്തങ്ങകളുമായിട്ട് രാജാവിൻ്റെ മുന്നിലെത്തി. അത് അദ്ദേഹത്തെ കാഴ്ചവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഞാൻ അങ്ങേക്ക് വേണ്ടി പറിച്ചെടുത്തുകൊണ്ട് വന്നാണ്. രാജാവ് ഉടൻ തന്നെ 1ാമത്തെ തണ്ണിമത്തങ്ങ എടുത്ത് മുറിച്ചു. അപ്പോൾ ആ തണ്ണിമത്തങ്ങ കുറച്ച് കൂടുതൽ പഴുത്ത് വല്ലാതായിപ്പോയി എന്ന് കണ്ടു. അപ്പോൾ രാജാവ് 2ാമത്തെ തണ്ണിമത്തങ്ങ എടുത്ത് മുറിച്ചു. അത് പാകത്തിന് പഴുത്തതായിരുന്നു. രാജാവ് ഉടൻ തന്നെ 3ാമത്തെ തണ്ണിമത്തങ്ങ എടുത്ത് മുറിച്ച് നോക്കി. അത് കുറച്ചുകൂടി പാകമാകാനുണ്ടായിരുന്നു. രാജാവ് ഉടൻ തോട്ടക്കാരനോട് ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ 3 പാകത്തിലുള്ള തണ്ണിമത്തങ്ങകൾ കൊണ്ടുവച്ചത്? അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, അങ്ങന്നേ നാട്ടിൽ പൊതുവെ ഒരു സംസാരമുണ്ട്. അങ്ങയുടെ മൂത്ത മകൾക്ക് വിവാഹപ്രായം കഴിഞ്ഞു പോയി എന്നും 2ാമത്തെ മകൾക്ക് വിവാഹപ്രായം ആയി എന്നും 3ാമത്തെ മകൾക്ക് വിവാഹപ്രായം ആയി വരുന്നതേ ഉള്ളൂ എന്നും ഞാനത് അങ്ങേ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ രാജാവ് വിചാരിച്ചു, നേരാണല്ലോ, താൻ ഇതുവരെ മക്കളുടെ വിവാഹത്തെപ്പറ്റി ചിന്തിച്ചില്ല. ഇനിയെങ്കിലും അതിനെപ്പറ്റി ആലോചിക്കണം. രാജാവ് ഉടനെ തോട്ടക്കാരനോട് ചോദിച്ചു, ഇത്ര ചാതുര്യത്തോടെ നീ എനിക്ക് കാര്യം പറഞ്ഞു തന്നല്ലോ, അപ്പോൾ നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എൻ്റെ മകൾക്ക് പറ്റിയവരായിട്ട്? അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, അങ്ങുന്നേ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളെല്ലാം നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കാൻ നമുക്ക് പറയാം. അങ്ങ് ഓരോ മാതള നാരങ്ങകളും കൊടുത്ത് രാജകുമാരിമാരെ അവരുടെ അടുത്തേക്ക് വിടണം. രാജകുമാരിമാർ ആരുടെ കയ്യിലാണോ ഈ മാതള നാരങ്ങകൾ കൊടുക്കുന്നത് അവരെ ഈ രാജകുമാരിമാർ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജാവിനിത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെ നാട്ടിലെ യുവാക്കന്മാരോടെല്ലാം രാജകൊട്ടാരത്തിലെത്താൻ പറഞ്ഞു. എല്ലാവരും വന്നു. രാജകുമാരിമാർ 3 പേരും ഓരോ മാതള നാരങ്ങകളുമായിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. മന്ത്രിയുടെ 2 ആൺമക്കളും വളരെ സുന്ദരന്മാരായിട്ട് ഒരുങ്ങി അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. മൂത്ത 2 രാജകുമാരിമാരും ഇവരെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഇളയ രാജകുമാരിയാകട്ടെ ആ കൂട്ടത്തിൽ നിന്ന് ആരെയും തിരഞ്ഞെടുക്കാതെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുകയായിരുന്ന തോട്ടക്കാരൻ്റെ വളർത്തുമകൻ്റെ കയ്യിൽ കൊണ്ടുപോയി മാതള നാരങ്ങ കൊടുത്തു. ഇത് രാജാവിനെ വളരെയധികം വിഷമിപ്പിച്ചു. അദ്ദേഹത്തിന് തൻ്റെ ഇളയ മകളോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം കരുതിയതേയില്ല. മറ്റ് വരന്മാരെല്ലാം പോയി ഇവർ 3 പേരും മാത്രമായി കഴിഞ്ഞതോടെ രാജാവ് തൻ്റെ ഇളയ മകളെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ അബദ്ധമാണ് ഈ കാണിച്ചത്? തോട്ടക്കാരൻ എവിടെ നിന്നും എടുത്തു വളർത്തിയ ഒരു പയ്യനല്ലേ അത്? നീ അവനെ എന്തിനാ തിരഞ്ഞെടുത്തത്? രാജകുമാരി പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിനെ മതി. അങ്ങ് വിചാരിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കും. പക്ഷേ രാജാവിന് ഇതൊട്ടും ബോധ്യമായില്ല. അദ്ദേഹം ദുഃഖം കാരണം അവിടെ തന്നെ തല കറങ്ങി വീണു. അതോടെ അദ്ദേഹം ഒരു രോഗിയായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് ബോധം വന്നതേയില്ല. അങ്ങനെ കൊട്ടാരം വൈദ്യനെ വിളിച്ചു. വൈദ്യൻ വന്ന് പരിശോധിച്ചു, കുറേ മരുന്നുകൾ ചെയ്തു. രാജാവ് കണ്ണു തുറന്നില്ല. ആ വൈദ്യൻ പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല. നമ്മുടെ അടുത്ത രാജ്യത്ത് എന്നേക്കാൾ നല്ല വൈദ്യനുണ്ട്, അദ്ദേഹത്തെ വരുത്താം. അങ്ങനെ ആ വൈദ്യൻ വന്നു. അദ്ദേഹത്തിന് രാജാവിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പറ്റിയില്ല.
അങ്ങനെ ഒരുപാട് വൈദ്യന്മാർ വന്ന് അവസാനം വളരെ ദൂരെ നിന്ന് ഒരു വൈദ്യനെത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജാവിൻ്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാം, പക്ഷേ എനിക്ക് ഒരു മരുന്ന് വേണം. 7 മലകളും 7 കാടുകളും കടന്നു ചെല്ലുന്ന സ്ഥലത്ത് ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയെ കൊണ്ടുവന്ന് അവൻ്റെ മാംസം കറി വെച്ച് കൊടുത്താൽ മാത്രമേ രാജാവിൻ്റെ അസുഖം മാറുകയുള്ളൂ. ആരെങ്കിലും അവിടെ പോയി ആ പക്ഷിയെ പിടിച്ചുകൊണ്ട് വരണം. അപ്പോൾ മന്ത്രിയുടെ 2 മക്കളും കൂടെ ചാടിക്കയറി പറഞ്ഞു, ഞങ്ങൾ പോയി കൊണ്ടുവരാം. അപ്പോൾ ഇളയ മകളുടെ വരനായ നമ്മളുടെ തോട്ടക്കാരൻ്റെ മകനും പറഞ്ഞു, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം. മറ്റവർ 2 പേരും കൂടി ഇവനെ കളിയാക്കി ചിരിച്ചു. എന്നിട്ട് അവർ ലായത്തിലെ ഏറ്റവും നല്ല കുതിരകളെ എടുത്ത് അവിടുന്ന് വേഗം 7 മലകളും 7 കാടുകളും താണ്ടാൻ പോയി. ആ ലായത്തിലെ ഏറ്റവും മോശപ്പെട്ട കുതിരയാണ് നമ്മുടെ രാജകുമാരന് വേണ്ടിയിട്ട് അവർ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർ കുറേ ദൂരം എത്തിയപ്പോഴേക്കും രാജകുമാരൻ പിന്നിലായിപ്പോയി. അവരെ കണ്ണിൽ നിന്ന് മറിഞ്ഞതോടെ രാജകുമാരൻ തൻ്റെ കീശയിൽ നിന്ന് കെയ്ത്താസിൻ്റെ ഒരു രോമം പുറത്തെടുക്കുകയും അത് കത്തിക്കുകയും ചെയ്തു. പെട്ടെന്ന് കെയ്ത്താസ് പറന്നു വന്നു. താൻ അതുവരെ സഞ്ചരിച്ചിരുന്ന വികലാംഗനും വൃദ്ധനുമായ കുതിരയെ അവിടെ ആരും കാണാതെ ഒരു മരക്കുറ്റിയിൽ കെട്ടിയിട്ടതിന് ശേഷം രാജകുമാരൻ രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തലയിൽ തൻ്റെ തലപ്പാവ് വെച്ച് കെയ്ത്താസിനെ പുറത്ത് കയറി. എന്നിട്ട് കുതിച്ച് പാഞ്ഞു. വളരെ വേഗം അവൻ തനിക്ക് മുന്നേ പോയ മന്ത്രിയുടെ മക്കളെ മറികടന്നു. അവനെ കണ്ടതുകൂടിയില്ല. അവൻ വേഗം ആ പക്ഷിയുള്ള സ്ഥലത്തെത്തുകയും കുതിരയുടെ സഹായത്തോടെ ആ പക്ഷിയെ പിടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മന്ത്രിയുടെ 2 മക്കളും അവിടെ എത്തി. അവർക്ക് നമ്മളുടെ രാജകുമാരനെ മനസ്സിലായില്ല. തിളങ്ങുന്ന കുതിരപ്പുറത്തിരിക്കുന്ന സുന്ദരനായ യുവാവിനെ കണ്ടിട്ട് അവർ ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? അവൻ പറഞ്ഞു, ഞാനാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്, നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാര്യമാരാകാൻ പോകുന്ന പെൺകുട്ടികളുടെ പിതാവായ രാജാവ് അസുഖബാധിതനായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് അസുഖം മാറണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പക്ഷിയെ കറി വെച്ച് കഴിക്കണം. അതുകൊണ്ട് ഞങ്ങളിതിനെ പിടിക്കാൻ വന്നതാണ്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളിതിനെ പിടിച്ചല്ലോ. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പക്ഷിയെ വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. അപ്പോൾ അവർ പറഞ്ഞു, ശരി, നിങ്ങൾ എന്താ വേണ്ടതെന്ന് പറ. രാജകുമാരൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും എൻ്റെ അടിമകളാണ് എന്ന് എഴുതി ഒപ്പിട്ട് തരണം. മാത്രമല്ല നിങ്ങളുടെ 2 പേരുടെയും തുടയിൽ എൻ്റെ പേര് ചാപ്പ കുത്താൻ നിങ്ങൾ അനുവദിക്കണം. ഈ ചാപ്പ കുത്തുകയെന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ഒരു ലോഹ കഷ്ണം കൊണ്ട് നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും ഒരു അടയാളം പതിപ്പിക്കലാണ്. എന്തായാലും ഈ മന്ത്രികുമാരന്മാർ 2 പേരും എങ്ങനെയെങ്കിലും ഈ കിളിയെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചാപ്പ കുത്താൻ സമ്മതിച്ചു. അങ്ങനെ അവർ 2 പേരും ഈ രാജകുമാരൻ്റെ അടിമകളാണ് എന്ന് അവൻ എഴുതി കൊടുക്കുകയും അവൻ്റെ പേര് ഇവർ 2 പേരുടെയും തുടയിൽ ചാപ്പ കുത്തുകയും ചെയ്തു. ഈ ചാപ്പയെല്ലാം കുത്തി കഴിഞ്ഞപ്പോഴേക്കും രാജകുമാരൻ തൻ്റെ കയ്യിലിരുന്ന കിളിയുടെ ഹൃദയവും തലയും മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ അവർക്ക് കൊടുത്തു. ഇവർ അതിനെയും കൊണ്ട് വേഗം അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. കെയ്ത്താസിൻ്റെ പുറത്ത് നമ്മുടെ രാജകുമാരൻ പതുക്കെ പിന്നാലെ പോയി. ഈ മന്ത്രികുമാരന്മാർ 2 പേരും വേഗം രാജകൊട്ടാരത്തിലെത്തി തങ്ങൾക്ക് കിളിയെ കിട്ടിയെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് ഇത് കറി വെക്കാൻ വേണ്ടി പാചകക്കാരനെ ഏൽപ്പിക്കുകയും ചെയ്തു. പാചകക്കാരൻ ഇതും കൊണ്ട് കറി വെച്ച് രാജാവിൻ്റെ അടുത്തെത്തി മയങ്ങിക്കിടക്കായിരുന്ന രാജാവിൻ്റെ വായിലേക്ക് വൈദ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഈ മരുന്ന് പതുക്കെ വെച്ച് കൊടുത്തു. പക്ഷേ രാജാവിൻ്റെ അസുഖം കൂടിയതല്ലാതെ അതോടെ എല്ലാവർക്കും വലിയ വിഷമമായി. ഈ വൈദ്യം പറഞ്ഞ മരുന്നും ഫലിച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ കെയ്ത്താസിൻ്റെ പുറത്ത് രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തിയ നമ്മുടെ രാജകുമാരൻ അവൻ്റെ പുറത്ത് നിന്ന് ഇറങ്ങി ഉദ്യാനപാലകൻ്റെ വീട്ടിലെത്തി വേഷമൊക്കെ മാറി തൻ്റെ രോമത്തൊപ്പിയൊക്കെ വെച്ച് പഴയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് അവിടെ ചെന്നത്. എന്നെ പറഞ്ഞു, ഞാൻ കിളിയുടെ മാംസം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. എല്ലാവരും അവനെ കളിയാക്കി. മാത്രമല്ല രാജ്ഞി പറഞ്ഞു, രാജാവ് ഇവൻ കാരണമാണ് അസുഖമായിട്ട് വീണത്, അതുകൊണ്ട് ഇവൻ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും രാജാവിന് കറി വെച്ച് കൊടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരെല്ലാം ഇത് ശരി വെച്ചു. ഇവൻ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടൊന്നും കറി വെക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ തന്നെ അടുക്കളയിൽ പോയി അവൻ കൊണ്ടുവന്ന ഹൃദയവും തലയും വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയിട്ട് ആ കറിയും കൊണ്ടുവന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് രാജാവിന് ഇത്തിരി കൊടുത്ത് നോക്ക്. പക്ഷേ ആരും സമ്മതിച്ചില്ല. അവരെല്ലാവരും കൂടെ ഇവനെ ഓടിച്ചു വിടാൻ നോക്കി. അപ്പോൾ ഏറ്റവും ഇളയ രാജകുമാരി ചെന്ന് രാജ്ഞിയുടെ കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഒരു തവണയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കണം, അദ്ദേഹം കൊണ്ടുവന്ന കറി കൊടുക്കണം. അദ്ദേഹം കള്ളം പറയുകയില്ല. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. അവസാനം മകൾ ഒരുപാട് കെഞ്ചി പറഞ്ഞപ്പം കുറച്ചൊന്ന് കൊടുത്ത് നോക്കാമെന്ന് രാജ്ഞി കരുതി 1 സ്പൂൺ കറി എടുത്ത് ഈ രാജാവിൻ്റെ ചുണ്ടിൽ ഇറ്റിച്ചു കൊടുത്തു. അതോടെ രാജാവ് പെട്ടെന്ന് കണ്ണ് തുറന്നു. ആ കറി മുഴുവൻ കൂട്ടിക്കഴിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ അസുഖമെല്ലാം മാറി. അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അപ്പോൾ മന്ത്രിയുടെ മക്കൾ 2 പേരുടെ വഴക്കിനെത്തി. അവർ പറഞ്ഞു, ഞങ്ങളാണ് കിളിയെ കൊണ്ടുവന്നത്. മാത്രമല്ല ഞങ്ങളവിടെ വെച്ച് വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടിരുന്നു, ഒരു തിളങ്ങുന്ന കുതിരപ്പുറത്തിരിക്കുന്ന ആളെ. ഇവൻ ഞങ്ങളെക്കാളും വളരെ പിന്നിലായിരുന്നു. പിന്നെ എങ്ങനെ ഇവന് ഈ സാധനം കൊണ്ട് വന്നു? ഇവനെന്തോ മായാജാലം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുടെ കാലിൻ്റെ തൊടയിൽ എന്താണ് എന്ന് നിങ്ങൾ ഈ രാജാവിടെ നിന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ അവർ 2 പേരും അവരുടെ തൊടയിൽ ചാപ്പ കുത്തിയിരിക്കുന്ന കാണിച്ചു കൊടുത്തു.
ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടേ. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓല രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. അതിൽ ഈ മന്ത്രികുമാരന്മാർ രണ്ടും ഇവൻ്റെ അടിമകളാണെന്ന് എഴുതി ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? നീ ആരെ ചതിച്ചിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. അവൻ തൻ്റെ തൊപ്പി ഊരി മാറ്റി തൻ്റെ കീശയിലുണ്ടായിരുന്ന കെയ്ത്താസിൻ്റെ രോമം എടുത്ത് ഒന്നുകൂടി കത്തിച്ചു. അതോടെ കെയ്ത്താസ് പറന്നു വന്നു. അവൻ തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ട് പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാനൊരു രാജകുമാരനാണ്. ഇതറിഞ്ഞതോടെ രാജാവിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളുടെയും വിവാഹം വളരെ കേമമായിട്ട് നടക്കുകയും നമ്മളുടെ രാജകുമാരൻ ആ രാജ്യത്തിൻ്റെ രാജാവായിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്തു. കെയ്ത്താസിന് പിന്നെ ഒളിച്ചെങ്ങും നടക്കേണ്ടി വന്നില്ല. കെയ്ത്താസിനൊപ്പം തൻ്റെ രാജകുമാരിയും കൂട്ടി അവൻ ആ രാജകൊട്ടാരത്തിൽ സന്തോഷമായിട്ട് താമസിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.